വളരെ നല്ലൊരു പടമാണ്, നല്ലൊരു ഫാമിലി പടം. ഇമോഷണൽ സീൻസൊക്കെ നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. ഉണ്ണിമൂന്നിൻ്റെ അഭിനയവും എല്ലാ കാര്യങ്ങളും ആൾ പക്കയായിട്ട് നല്ല സ്റ്റൈലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്, നല്ല അടിപൊളി ഫാമിലി പടം. ഇപ്പോഴല്ലേ വിശേഷവും അൻപൊട് കൺമണിയൊക്കെ വന്നില്ല, ആ ഒരു മൂടി പോകുന്നൊരു പടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമുഖത്തിൻ്റെ മാറ്റി ചെയ്തിട്ടുണ്ട്. വലിയൊരു ആക്ഷൻ തന്നിട്ട് ഒരു ഫാമിലി മൂവി ഉള്ളിൽ ചെയ്തു, അതായത് നന്നായി. നല്ല പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ കേട്ടോ, കുഴപ്പമില്ല. ഫാമിലി മൂവിയാണ്. മാർക്കോയ്ക്ക് ശേഷം വന്ന ഒരു ഫാമിലി ഓഡിയൻസിന് വളരെയേറെ ഇഷ്ടപ്പെടും. ഉണ്ണി ഇമോഷണലി കണക്ട് ആയവരൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി വന്നിട്ട് നല്ലൊരു റോളാണ്, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലി ആയിട്ട് കാണാം. ഉണ്ണി മൂന്തൻ്റെ കോമ്പിനേഷൻ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനായിട്ട് തോന്നി. താങ്ക് യു. കോമഡിയും കൂടി ഉണ്ട് അതിൽ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് തോന്നിയത് നിഖില വിമലും ഉണ്ണിയുടെ കോമ്പിനേഷൻ കാണാൻ ഒരു യൂത്തിനൊക്കെ രസമുണ്ടാവും തോന്നുന്നു. ഇത് ഫാമിലിയും കൂടെ പഴയ ശോഭന മോഹൻലാലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ പോലെ തോന്നി ആ ഒരു കാലം പോലെ. അമ്മമാരെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും അല്ലേ? അമ്മമാരെല്ലാവർക്കും എന്താ വെച്ചാൽ ഇത് പ്രസവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും കാണേണ്ടതാണെന്നാണ് തോന്നുന്നത്. നിഖില വിമലും ഉണ്ണിയുടെ ഒരു കോമ്പിനേഷനൊക്കെ കാണുമ്പോഴും ഒരു നല്ലൊരു കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. റൊമാൻറ്റിക് നല്ലതാണ്. കാരണം എപ്പോഴും അടിയടി മസിലായിട്ട് കൊണ്ട് നടന്നാലും കാര്യമില്ല. ഇത് കൊള്ളാം, നല്ല സെലക്ഷനാണ്, നല്ല പടമാണ്, നല്ല സ്റ്റോറിയാണ്. എല്ലാം കൊണ്ടും മക്കളില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഗെറ്റ് സെറ്റ് ബേബി തീർച്ചയായിട്ടും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു നല്ല വിനയ് ഗോവിന്ദ് ചിത്രം. തീർച്ചയായിട്ടും ഉണ്ണിയും നിഖിലയും തമ്മിലുള്ള ആ ഒരു ജോഡി വളരെ രസകരമായിട്ടുള്ള ഓരോ നല്ലൊരു ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ ചെറിയ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെ. ഭയങ്കര നല്ല കളർഫുൾ മൂവിയാണ്. എല്ലാവരും പോയി കാണും. ഗംഗയുടെ ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. നിങ്ങളെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് നമ്മളും ആസ് എ പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയാണ്. അത് ഞങ്ങൾ വിനയോട് പറയായിരുന്നു. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ, നല്ലതാണ്, പോയി കാണണം എന്നുള്ളത്. സോ എല്ലാവരും എന്തായാലും പോയി കാണാം. അതിൻ്റെ ഭാഗമല്ല. ഇമോഷൻ സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് മൂവി കാണണേ. അപ്പോൾ ഫുൾ മൂവി ആദ്യം കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. ലൈക്ക് ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഉണ്ണിമോഹനാണെങ്കിലും നല്ല അടിപൊളി ചെയ്തു. ആ ഒരു സ്റ്റോറി, ആ ഒരു ഗൈനക്കോളജിസ്റ്റ് ലൈഫ്, ആ ലൈഫ് തന്നെ ഒരു കപ്പിൾസിനിടയിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു ആ ഒരു ഇമോഷൻസ് എല്ലാം നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ചെയ്തു. ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര പ്ലസൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമായിരുന്നു? കാരണം മാർക്കോ കഴിഞ്ഞിട്ട് വരുന്നൊരു സിനിമയാണ്. പക്ഷെ ഉണ്ണി വളരെ വേഴ്സറ്റൈലായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി സിനിമ. ഞാൻ വിനയൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. ഭയങ്കര നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വർക്ക്. ഏത് ഏജ് ഗ്രൂപ്പിനും വന്ന് കാണാം. ആർക്കും അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സോ സ്ട്രെയിനൊന്നും സിനിമ എടുക്കും കാണുമ്പോൾ നമുക്ക് വേണ്ട. ഇങ്ങനത്തെ സിനിമകളും വരണമല്ലോ, കുറച്ചൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കണം. പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി. നിങ്ങളെല്ലാവരും സിനിമ കണ്ട ആൾക്കാരല്ലേ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമായോ? ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടാണോ വന്നത്? ഇതാണോ എക്സ്പെക്ട് ചെയ്തത്? ഫാമിലി മൂവി ആവുമെന്നാണോ എക്സ്പെക്ട് ചെയ്തത്? അപ്പോൾ അത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ്. സെക്കൻഡ് ഹാഫ് സൂപ്പർ. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ പൊളി. അതിലും നല്ല സ്ക്രിപ്റ്റ് എല്ലാം പൊളിയായിരുന്നു. ആക്ടിങ് ആണെങ്കിൽ എല്ലാവരും നല്ല ആക്ടിങ് ആണ്. ഉണ്ണിയേട്ടൻ്റെ കരിയറിൽ ഏറ്റവും നല്ല വെച്ചൊരു മൂവിയാണ് മാർക്കോയ്ക്ക് ശേഷം. മാർക്കോയുടെ അത്രയും ഇതൊരു ഫാമിലി ഓഡിയൻസ് എന്തായാലും പൊളിയാണ്. ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് നിഖിലയുടെ ഉണ്ണിമൂന്നിൻ്റെ കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഉണ്ണിമൂന്നിൻ്റെ ഫ്ലെക്സിബിൾ ആക്ടിംഗ് ആണ് എനിക്ക് പേഴ്സണലി അതിൽ ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടേക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും രസമായിട്ടാണ് പടം പോയേക്കുന്നത്. ഒരു വൺ ഡേ വാച്ച് മൂവി എന്നാൽ ഒട്ടും ബോറില്ലാത്ത രീതി പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ജിമ്മനായ ഉരുക്ക് മനുഷ്യൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതാണ് ഏറ്റവും ഹൈലൈറ്റ്. എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണിമൂന്നിനൊരു
ഫ്ലെക്സിബിൾ ആക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് പുള്ളി വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പേഴ്സണലി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും അതുപോലുള്ള സിനിമകളൊക്കെ വരട്ടെ. ജയ് ഗണേഷ് എന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാർക്കോ എന്ന സിനിമയിൽ വില്ലനായിട്ട് വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രത്തിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓൾറെഡി ഒരു 100 കോടി കളക്ഷൻ വന്നൊരു സിനിമ ഓൾറെഡി മുൻകൂർ ലിസ്റ്റിലുണ്ട്. അതെല്ലാം ഫാമിലി ഏറ്റെടുത്തിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് വരുന്ന വളർന്നൊരു നടനാണ് ഉണ്ണിമുകുന്ദൻ. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ പേഴ്സണൽ സന്തോഷം. പുള്ളി അത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ അത് എനിക്ക് പേഴ്സണലി നല്ല ഫ്ലെക്സിബിളായിട്ട് വളരെ ഈസി ആയിട്ട് പുള്ളി ആ റോള് ചെയ്തിട്ടുണ്ട്. അതാണ് നടനൊരു നമ്മൾ പറയുന്ന സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആവുക. ഇപ്പോഴുള്ള എല്ലാ സ്റ്റാറുകളും അങ്ങനെയാണ് ഉണ്ടായത്. ഒരു തരത്തിലുള്ള ഒരേപോലെയുള്ള പാറ്റേണിലുള്ള റോളുകൾ ചെയ്യാതെ വ്യത്യസ്തത ചെയ്യുമ്പോഴാണല്ലോ അദ്ദേഹം ഒരു സ്റ്റാറായി മാറുന്നത്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുമെന്നും ചെയ്യുമെന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം അദ്ദേഹത്തിനൊരു മസ്കുലിനൊരു അപ്പിയറൻസും ആ ഒരു മാച്ചോ അപ്പിയറൻസിൽ പക്ഷേ ഈ റോൾ വളരെ അനായാസം അദ്ദേഹം കൈകാര്യം ചെയ്ത് ഉണ്ണിമുകുന്ദൻ്റെ ആ നിഖിലവിൻ്റെ ആ കെമിസ്ട്രി ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ റോള് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം മാർക്കോയുടെ അതേ ഒരു സമയത്താണ് ഇതിൻ്റെ ഷൂട്ട് നടന്നത്, പാരലലി നടന്നതാണ്. പക്ഷേ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു ഡോക്ടർ കഥാപാത്രത്തിലേക്ക് ഉണ്ണിമുകുന്ദൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ യുവനടന്മാർ ഇങ്ങനെ വെറൈറ്റികൾ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പ്രോത്സാഹിക്കണം. നമ്മളിപ്പോഴുള്ള എല്ലാ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഇങ്ങനെ വ്യത്യസ്തമായ റോളുകൾ ചെയ്തുകൊണ്ട് വന്നതിനാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ സിനിമയ്ക്ക് ഉണ്ടായി. പിന്നെ ഈ ഒരു സബ്ജക്റ്റും നമ്മളിപ്പോൾ IVF സർവീസ് അങ്ങനെയുള്ള സബ്ജക്റ്റ് നമ്മൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യാസമാകുന്നത് ഇതൊരു ഡോക്ടറുടെ ആംഗിളിൽ നിന്ന് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷനിൽ അദ്ദേഹത്തിന് ഈ ഒരു ഫേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തികച്ചും ഫാമിലിക്ക് കണ്ടിരിക്കാവുന്ന, ഫാമിലിക്ക് മാത്രമല്ല എല്ലാവർക്കും യുവാക്കൾക്കും എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന നല്ല മെസ്സേജുള്ള ഒരു കുടുംബചിത്രം എന്ന രീതിയിൽ ഗെറ്റ് സെറ്റ് ബേബി നല്ല ഉയരങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.